മാധവ മഹാദേവ നമ്മുടെ ചിന്താമണി കൊലക്കേസിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡയലോഗാണ്. എന്നാൽ ഒന്ന് ചോദിക്കട്ടെ, എന്തിനാണ് ഈ കഥാപാത്രം എപ്പോൾ നോക്കിയാലും ഈ മാധവ മഹാദേവ എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്? അത് പ്രാർത്ഥന മാത്രമാണോ? എന്നാൽ പ്രാർത്ഥന മാത്രമല്ല, അത് ഈ കഥാപാത്രത്തിനെയും ഈ കഥയെയും എല്ലാം ഒരുപാട് കണക്ട് ചെയ്യുന്ന ഒന്നും കൂടെയാണ്. എങ്ങനെയെന്നല്ലേ നമുക്ക് കേട്ടു നോക്കാം. ചിന്താമണി കൊലക്കേസിലെ ലാൽകൃഷ്ണ വിരാടിയാർ എന്ന് പറയുന്ന നമ്മുടെ സുരേഷ് ഗോപിയുടെ കഥാപാത്രത്തിന്, ഇദ്ദേഹം ഒരു വക്കീലാണ്. പക്ഷെ നോർമൽ വക്കീലുകളെ പോലെയല്ല, കുറ്റം ചെയ്തവന്മാരെ വാദിച്ച് പുറത്തു കൊണ്ടുവന്നിട്ട് തല്ലിക്കൊന്നു കളയുക. ഇതാണ് പുള്ളിക്കാരൻ്റെ മെയിൻ പരിപാടി. ഏകദേശം ഈ ഒരു മോഡസ് ഓപ്പറാൻഡിക്ക് സിമിലർ ആയിട്ടും അതേ ഓർഡറിലും തന്നെയാണ് മാധവ മഹാദേവ എന്നുള്ള പ്രയോഗവും ഈ കഥാപാത്രം പറയുന്നത്. എങ്ങനെയെന്നല്ലേ, ഇപ്പോൾ ഈ ചിന്താമണി കൊലക്കേസിൽ ലാൽകൃഷ്ണ ചെയ്യുന്ന എന്താണ്? ഈ കൊലപാതകങ്ങളും മറ്റു ക്രൂരകൃത്യങ്ങളും ചെയ്തിട്ടുള്ളവരെല്ലാവരും അതെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും ലാൽകൃഷ്ണ ഏതറ്റം വരെയും പോയി ഇവരെയെല്ലാം രക്ഷിച്ചുകൊണ്ട് പുറത്തു കൊണ്ടുവരും. രക്ഷിച്ചു കൊണ്ടുവന്നിട്ട് ലാൽകൃഷ്ണ ഇവരെ കൊന്നുകളയുന്നു. നിയമം പൂർണ്ണമായും നടപ്പിലാക്കുക, അല്ലെങ്കിൽ കോസ്മിക് ബാലൻസ് നിലനിർത്തുക എന്നുള്ള പേരിലാണ് ഇയാൾ ഇത് ചെയ്യുന്നത്. കാരണം ഇയാൾ ആ ഒരു കേസ് ഏറ്റെടുത്തില്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൊള്ളാവുന്ന വക്കീൽ വന്നിട്ട് ആ കേസ് ഏറ്റെടുത്ത് നടത്തി ഈ കൊലയാളിയെയും ക്രൂരത കൃത്യങ്ങൾ ചെയ്തവന്മാരെ എല്ലാം രക്ഷപ്പെടുത്തി കൊണ്ടുപോകും. അവന്മാർ സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യും. എന്നാൽ പാവപ്പെട്ടവർക്കോ നീതി നിഷേധിക്കപ്പെടും. എന്നാൽ അവർക്ക് തൻ്റേതായിട്ടുള്ള രീതിക്ക് നീതി നടപ്പാക്കണം എന്നുള്ള രീതിക്കാണ് ലാൽകൃഷ്ണ ഇതെല്ലാം ചെയ്യുന്നത്. ഇതും ഈ മാധവ മഹാദേവ എന്ന് പറയുന്ന പ്രയോഗവും തമ്മിൽ എങ്ങനെ മാച്ച് ചെയ്യുന്നു? മാധവൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ശ്രീകൃഷ്ണ സ്വാമിയാണ്. ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ അവതാരവുമാണ്. എന്നാൽ എന്തിനേയും ലയിപ്പിക്കുന്ന മഹാദേവൻ, അതായത് പരമശിവനാകട്ടെ, എല്ലാ ജ്ഞാനത്തിൻ്റെയും അതുപോലെ കലയുടെയും എല്ലാം സ്രോതസ് എന്നൊക്കെ പറയുമെങ്കിൽ പോലും മെയിനായിട്ട് അറിയപ്പെടുന്നത് സംഹാരമൂർത്തിയായിട്ടാണ്, അല്ലേ? ഏകദേശം ഈ രണ്ട് നാമങ്ങളും ഉരുവിടുന്ന അതേ ഓർഡറിൽ തന്നെയല്ലേ ലാൽകൃഷ്ണ തൻ്റെ ക്ലയൻറ്റുകളോട് പെരുമാറുന്നത്? അതായത് കുറ്റകൃത്യങ്ങൾ ചെയ്ത തൻ്റെ ക്ലയൻറ്റുകളെ ആദ്യം മഹാവിഷ്ണു ചെയ്യുന്നത് പോലെ പരിപാലിച്ച് പ്രൊട്ടക്ട് ചെയ്തിങ്ങ് പുറത്തു കൊണ്ടുവരും. എന്നിട്ട് പിന്നീട് മഹാദേവൻ ചെയ്യുന്നത് പോലെ അങ്ങ് സംഹരിച്ചു കളയും. ഈ ലോകത്തിൽ നിന്ന് തന്നെ ഇവന്മാരെ അങ്ങ് ലയിപ്പിച്ചില്ലാണ്ടാക്കി കളയും. അതാണ് ഈ ഒരു കഥാപാത്രത്തിൻ്റെ മോഡസ് ഓപ്പറാൻഡി. ഈ സിനിമയിൽ പറയുന്ന ഒരു ഡയലോഗ്, ആ ഡയലോഗിന് ഈ സിനിമയിലെ കോറായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു സിനിമയിലെ കഥാപാത്രത്തിൻ്റെ മോഡസ് ഓപ്പറാൻഡിയുമായിട്ട് എന്തോരം കണക്ഷൻ ഉണ്ടെന്ന് കണ്ടില്ലേ? ഒരു മനോഹരമായിട്ടുള്ള ഒരു കണക്ഷൻ അല്ലേ? ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരറിവുമായി കാണുന്നത് വരെ ബൈ.